ആദ്യമായി ക്ഷണിക്കുന്നു അഡീഷണൽ കമ്മീഷണർ കസ്റ്റംസ് മിസസ് രാജേശ്വരി ആർ നായർ IRS. വളരെ വിനയപൂർവ്വം രാമചന്ദ്രൻ സർ, പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശ്രീ മുഹമ്മദ് ഹനീഷ് സർ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ മറ്റു വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഇവിടെ എല്ലാ വിഷയത്തിനും A+ ലഭിച്ച കുട്ടികളെ അനുമോദിക്കാനായി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരായ മനോരമയ്ക്കും പാലാ ബ്രില്യൻറ്റിനും പ്രത്യേകം അഭിനന്ദനങ്ങളും എന്നെ ഇതിൻ്റെ ഒരു ഭാഗമാക്കാനായി ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയും അറിയിച്ചുകൊണ്ട് ചുരുങ്ങിയ ചില വാക്കുകളിൽ നിങ്ങൾക്കെല്ലാം അഭിനന്ദനം അർപ്പിക്കട്ടെ. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. ഒരു അധ്യയന വർഷം മുഴുവൻ ഒരു തപസ് പോലെ അർപ്പണബുദ്ധിയോടെ അച്ചടക്കത്തോടെ പഠിക്കുകയും മനസ്സാന്നിധ്യത്തോടെ പരീക്ഷകളെ നേരിടുകയും ചെയ്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമം നേട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ആ പരിശ്രമത്തിൻ്റെ ആ നേട്ടത്തിനെയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി, ടാലൻറ്റ്, നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ള കുട്ടികളാണ്, എല്ലാവർക്കും വളരെയധികം കഴിവുകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ആ ഒരു പരിശ്രമത്തിനെയാണ് നമ്മൾ ഇന്നിവിടെ അഭിനന്ദിക്കുന്നത്. ഈ എല്ലാ വിഷയത്തിനും ഇത്രയധികം ഉന്നത വിജയം കിട്ടാത്ത കുട്ടികൾ, ആ കുട്ടികൾ ബുദ്ധിമാന്മാരല്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. അതുപോലെ തന്നെ ഈ ഒരു വിജയം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വിജയം കൊണ്ട് എല്ലാം നേടിയെന്നും ഇനി ജീവിതത്തിൽ പുതിയ കൂടുതൽ പരിശ്രമമോ ലക്ഷ്യബോധമോ ആവശ്യമില്ല എന്നും നിങ്ങൾ ആരും കരുതരുത്. ഈ വിജയത്തിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ ഈ വിജയത്തിന് ഇന്ന് നിങ്ങളെ പ്രാപ്തരാക്കി തീർത്ത അതിന് കാരണഭൂതരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെയും അധ്യാപകരെയും കൃതജ്ഞതയോടെ വന്ദിക്കുവാനും അവർക്ക് നന്ദി പറയാനുമുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. ഇനി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത് അനന്ത സാധ്യതകളുടെ ഒരു വിശാലമായ ലോകമാണ്. ആ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ കുറിച്ചു വെച്ചിരുന്നു. ഇത്രയും പ്രഗത്ഭരും വാഗ്മികളുമൊക്കെയായ ഇവിടുത്തെ വിശിഷ്ടാതിഥികളെല്ലാം അതെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് വളരെ ചുരുക്കി ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ ഒന്നുകൂടി പറയാം. ജീവിതത്തിൽ വിജയം അഥവാ സക്സസ് എന്താണ്, ജീവിത വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഇന്ന് നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ സക്സസ് അല്ലെങ്കിൽ വിജയം എന്നതിന് എത്ര ഇടുങ്ങിയ നിർവചനമാണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരാരും തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ് ജീവിത വിജയം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ജീവിത വിജയം എന്താണ്, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ വിജയത്തെ മറ്റൊരാളുടെ വിജയവുമായി താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനായിട്ട് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, എനിക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? വാട്ട് മേക്സ് മീ ഹാപ്പി? ദാസേട്ടനും ചിത്ര ചേച്ചിയൊക്കെ പാട്ട് പാടുന്നതും സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്നതും അവരതിൻ്റെ ഫലമോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡ് കിട്ടുമെന്നോ വിചാരിച്ചിട്ടല്ല. അവരത് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഫോർ ദ പ്യുവർ ജോയ് ഓഫ് ദാറ്റ് ആക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഏത് കാര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ മൈ സ്ട്രെങ്ത്സ് ആൻഡ് മൈ വീക്ക്നെസ്സസ്? നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് അത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. മൂന്നാമത്തെ ചോദ്യം, എൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക? ഹൗ കെൻ മൈ പൊട്ടൻഷ്യൽ ബി ബെസ്റ്റ് യൂസ് ടു ഹെൽപ്പ് അതേഴ്സ്? മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെയും മാനുഷിക മൂല്യങ്ങൾ കൈവിടാതിരിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നമ്മളാലാവുന്ന രീതിയിൽ സൊസൈറ്റിക്ക്, അതായത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ നീഡ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജീവിതം അർത്ഥപൂർണമാവുന്നത് നമ്മെക്കൊണ്ട് സമൂഹത്തിന് എത്ര പ്രയോജനമുണ്ടായി അല്ലെങ്കിൽ എത്ര പേരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ അനുസരിച്ച് സ്വന്തം ജീവിതം എങ്ങനെയാവണം എന്ന് ഒരു ഡിസൈൻ പ്ലാൻ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അങ്ങനെ ഒരു സ്വന്തം ജീവിതം എങ്ങനെ വേണമെന്നൊരു ഡിസൈൻ പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി അതുണ്ടാക്കും. മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്ലാൻ എങ്ങനെയായിരിക്കും? അവർ നമുക്ക് വേണ്ടി, നമ്മളെ അറിയാതെ അവർക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ പ്ലാൻ അനുസരിച്ച് പോകുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു പർവ്വത ശിഖരം അല്ലെങ്കിൽ ഒരു കൊടുമുടി കീഴടക്കി അതിൻ്റെ നെറുകയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കീഴടക്കേണ്ടിയിരുന്ന, നമുക്ക് കയറേണ്ടിയിരുന്ന കൊടുമുടി വളരെ അകലത്തായിട്ട് കാണേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സ്വയം ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡിസൈൻ പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് സ്വയം ഒരു നിർവചനം ഉണ്ടാക്കിയത് കൊണ്ടോ ലക്ഷ്യബോധം ഉണ്ടായത് കൊണ്ടോ മാത്രം കാര്യമില്ല. നമ്മൾ ഇന്ന് കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊന്നും തന്നെ ഒരു സുപ്രഭാതത്തിൽ ജീവിത വിജയം നേടിയവരല്ല. അവരെല്ലാം കടന്നു വന്ന വഴികളും അവർ നേരിട്ട പരാജയങ്ങളും ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഏതൊരു കാര്യത്തിലും നമ്മൾ പ്രൊഫഷൻസി അല്ലെങ്കിൽ പ്രാവീണ്യം നേടാൻ പല സ്റ്റേജുകളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഗ്രഹാം ഫിച്ചിന്റെ പ്രാക്ടീസിംഗ് ദ പിയാനോ എന്ന ബുക്കിൽ ഇങ്ങനെയുള്ള 4 ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, അതാണ് ദ നോവിസ്. സെക്കൻഡ് ഇസ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, ദ അപ്രന്റിസ്. കോൺഷ്യസ് കോമ്പിറ്റൻസ്, ദ ജേർണിമാൻ. അൺകോൺഷ്യസ് കോമ്പിറ്റൻസ്, ദ മാസ്റ്റർ. ഇതെന്താണെന്ന് ചുരുക്കി പറയാം. അതായത് ആദ്യത്തേത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്. വി ഡോണ്ട് നോ ദാറ്റ് വി ഡോണ്ട് നോ. നമുക്കറിയില്ല എന്നുള്ളത് നമുക്കറിയില്ല. ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് ബിഗിനേഴ്സ് ലക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്കിത് ചെയ്യാൻ സാധിക്കും. കൂടുതൽ താല്പര്യവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവും, ആത്മവിശ്വാസവും ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ, അതായത് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, ആ സ്റ്റേജിൽ വി നോ ദാറ്റ് വി ഡോണ്ട് നോ. നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്താലാണ് കുറച്ചെങ്കിലും നേടാനാകുക എന്നത് മനസ്സിലാവും. മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഏറ്റവും വേണ്ടത് ഈ സ്റ്റേജിലാണ്. കൂടുതൽ ആസ്പിറൻസും ലക്ഷ്യം ഉപേക്ഷിക്കുന്നതും ഈ സ്റ്റേജിലാണ്. മൂന്നാമത്തെ സ്റ്റേജായ കോൺഷ്യസ് കോമ്പിറ്റൻസിലെത്തുമ്പോഴേക്കും വി നോ ദാറ്റ് വി നോ. നമുക്കറിയാം, നമുക്കറിയുന്നതിനെക്കുറിച്ചും അറിയാത്തതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. പക്ഷെ നമുക്ക് മുന്നിൽ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. ഈ സമയത്ത് ലക്ഷ്യത്തെ കൈവിടാത്തവരാണ് നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നത്. നാലാമത്തെ സ്റ്റേജിലെത്തുന്നവർ ഈ സ്റ്റേജിൽ വി ഡോണ്ട് നോ ദാറ്റ് വി നോ. സ്വതസിദ്ധമായി നമ്മുടെ സെക്കൻഡ് നേച്ചർ എന്നപോലെ നമുക്ക് ആ സ്കില്ല് നമ്മളിൽ നിന്ന് ഒഴുകി വരും. ഉദാത്തമായ കലാസൃഷ്ടികളൊക്കെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് പുറത്തു വരുന്നത്, മാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്നും. മാസ്റ്റേഴ്സൊക്കെ ആ സ്റ്റേജിൽ എത്തിയവരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾക്കൊന്നും ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരും, പരാജയങ്ങളുണ്ടാകും. നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ പറയും നിനക്ക് ഇത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ. നമുക്കും ആത്മവിശ്വാസക്കുറവുണ്ടാവും. പക്ഷെ ഈ സമയത്താണ് ഹ്യൂമിലിറ്റി, പെർസിവറൻസ് ആൻഡ് ഒപ്റ്റിമിസം, ഈ 3 ഗുണങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. വിനയത്തോടെ, ക്ഷമയോടെ, സ്ഥിരോത്സാഹത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ തുടരുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമുക്ക് മുന്നിലെത്തിയേക്കാം, പക്ഷെ അവരുടെ വേഗതയെ നമ്മുടെ വേഗതയുമായിട്ട് തുലനം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഘട്ടങ്ങളിൽ തളരാതെ നിർഭയരായി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്ന് സ്വയം തിരിച്ചറിയുക. ഈ സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിന്റെ, ഞങ്ങൾക്കൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, ഒരു പ്രെയർ ഉണ്ട്. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection,
where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action into that heaven of freedom, my Father, let my country awake. നമുക്ക് ഇതെപ്പോഴും ഓർമ്മയിൽ വെക്കാം. ഈ പ്രാർത്ഥനയിൽ ഉള്ളതുപോലെയുള്ള രാജ്യവും ലോകവും യാഥാർത്ഥ്യമാവാൻ നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.